ജമ്മുകാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ദുരിതം വിതച്ച മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും. ജമ്മുകാശ്മീരിലെ കഷ്ത്വാറിന് പിന്നാലെ പഹൽഗാമിലും മേഘവിസ്ഫോടനം. കഷ്ത്വാറിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ മരണം 40ആയി. പരിക്കേറ്റ 100-ലേറെ പേർ ചികിത്സയിലാണ്. ഹിമാചലിൽ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ദില്ലിയിലും കനത്ത മഴയെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിൽ തുടർച്ചയായി 2 ഇടങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും കനത്ത ആശങ്കയുയരുകയാണ്. കിഷ്ത്വാറിലെ ചോസിദിയിലെ മിന്നൽ പ്രളയത്തിന് തൊട്ടുപിന്നാലെ പഹൽഗാമിൽ മേഘവിസ്ഫോടനമുണ്ടായി. നിരവധി പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായതായാണ് വിവരം. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേന, വ്യോമ, കരസേനാ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. 9500 അടി ഉയരത്തിലാണ് ചോസിദി ഗ്രാമം. മച്ചയിൽ മാതാ തീർത്ഥാടനത്തിനായി എത്തിയവരാണ് കാണാതായവരിൽ ഭൂരിഭാഗവും. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷയുമായി സ്ഥിതിഗതികളെപ്പറ്റി ആശയവിനിമയം നടത്തി. രക്ഷാപ്രവർത്തനത്തിനായി എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ ഷിംല, ലാഹൌൾ, കുളു, സ്പിറ്റി എന്നിവിടങ്ങളിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കിന്നൌർ ജില്ലയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കുളു ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നദികളിലെ ജലനിരപ്പ് ഉയർന്നതോടെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 332 റോഡുകൾ പൂർണ്ണമായും തകർന്നു. ഗാൻവിയിലും സത്ലജിലും പാലങ്ങളും ഷിംലയിൽ ബസ് സ്റ്റാൻഡും തകർന്നു വീണു. ഗാൻവി നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ബസ്സും ആംബുലൻസും കുടുങ്ങി. മാണ്ടിയിൽ 130 ജലവിതരണ പദ്ധതികളും 79 ട്രാൻസ്ഫോമറുകളും തടസ്സപ്പെട്ടതായി വിവരമുണ്ട്. ദില്ലിയിലും കനത്ത മഴയെ തുടർന്ന് പ്രഖ്യാപിച്ച റെഡ് അലർട്ട് തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളും അണ്ടർപാസുകളും വെള്ളത്തിനടിയിലായതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും മഴ മുന്നറിയിപ്പ് തുടരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.